കേസ് അപ്പോൾ കിച്ചൺ പ്രാക്ടിക്കലിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. കേസ് ഇവന്മാരെന്താണ് ഇങ്ങനെ നോക്കുന്നതെന്നല്ലേ, അത് നമ്മുടെ സാറ് ചിക്കൻ കട്ട് ചെയ്യാൻ പഠിപ്പിച്ച് തരികയാണ് നമുക്ക്. അതുപോലെ തന്നെ സാറ് തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്യാനും അതുപോലെ ഈ പപ്സിനൊക്കെ ഉള്ള മാവ് കുഴയ്ക്കാനൊക്കെ സാറ് നേരിട്ട് വന്ന് പറഞ്ഞു തന്ന് സാറ് തന്നെ ചെയ്ത് കാണിച്ചു തരികയാണ് ചെയ്യാറുള്ളത്. അതിന് ശേഷമാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുള്ളത്. അന്നത്തെ ദിവസം ഉണ്ടാക്കിയ ഫുഡാണ് സൂപ്പ്, പഫ്സ്, റോസ്റ്റഡ് ടൊമാറ്റോ, സോട്ടഡ് ഗ്രീൻ പീസ് ആൻഡ് ഒരു പുഡിങ്ങും ഉണ്ട്. കേക്ക് മോഡലാണ്. ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ എടുത്തുകൊണ്ട് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കഴിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളെ ഫുഡ് നമുക്ക് തന്നെ കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മളെ കൊണ്ട് തന്നെ കഴിപ്പിക്കുന്നത്. തന്നെ റെസ്റ്റോറൻറ്റിൽ കണ്ട് എല്ലാവരും വന്ന് ഓരോരോ ഫുഡുകളൊക്കെ കൊണ്ട് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഒരാൾ റിവ്യൂ പറയാൻ വേണ്ടി എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അയാളുടെ റിവ്യൂ കണ്ടിട്ട് വരാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഡേ 2 പ്രാക്ടിക്കൽ വീഡിയോ ആണ്. പാവം പയ്യൻ ക്യാമറ കണ്ട് പേടിച്ച്. ഒരു മാസ്റ്റർ ഷെഫിനെ നമുക്ക് പരിചയപ്പെടാം. അവന്മാരവിടെ നിന്ന് പറയട്ടെ, നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ ഓരോ ടീമിനും ഓരോ ടേബിൾ വൈസാണ്. 2 പേര് കാണും ഒരു ടീമിൽ. അടുത്ത സാറൊരു സോസ് പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ച് തരാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിക്കുന്നത്. സാറ് എന്തൊക്കെയാണ് ഇടേണ്ടതെന്നും അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. നമ്മളതുപോലെ ചെയ്താൽ മതി. ഈ കാണുന്നതാണ് നമ്മളെ പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്ന സാറ്, രമേഷ് സാറ്. അപ്പോൾ രമേഷ് സാറ് നമുക്ക് ലാബിലൊക്കെ ഫോൺ യൂസ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ പെർമിഷൻ തരുന്നത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് വീഡിയോ. പക്ഷേ ഫോണ് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാറ് സമ്മതിക്കില്ല. ഇത് നമ്മൾ മസാലയൊക്കെ പുരട്ടി ഓവനിൽ വെച്ച് വേവിച്ച ചിക്കനാണ്. ഇത് വെച്ചുള്ള ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അടുത്തത് ആ ചിക്കന് വേണ്ടിയിട്ടുള്ളൊരു സോസ് പ്രിപ്പയർ ചെയ്യാണ് നമ്മൾ. അതിൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവച്ച് കഴിക്കാൻ പോവുകയാണ്. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കാരണം എനിക്കും കിച്ചണിലെ ഡ്യൂട്ടിയാണ്. അപ്പം എനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ടേബിളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടേ നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ്. അവരവരുടെ ടേബിൾ അവരവർ തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം പോകാനായിട്ടുള്ളത്. വെൽക്കം ടു ഡേ 3. കണ്ട ഒരു മാസ്റ്റർ ഷെഫ് ഇരുന്ന് പഴം ഇറക്കണ കണ്ടാ. ജസ്റ്റ് പനി മലയാളി. ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും അതുപോലെ സോസേജും, അതും ഉപ്പും കുരുമുളകും ഇട്ട് സോട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബാക്കി വെജിറ്റബിൾസ് എല്ലാം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരാൾ മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സൂപ്പിനുള്ള സോസും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരെ തിരക്കിലാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അടുത്തൊരു മാസ്റ്റർ ഷെഫാണ് ദാ ഈ നിൽക്കുന്നത്, റംസി ഷാ. ഇത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതാണ്. അതിൽ നിന്ന് സാറ് കാണാതെ നൈസ പീസ് മുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് മാംഗോ പുഡിംഗ്. മഹാനാട്. ഇത് ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ടീമിൽ 3 പേരുള്ളതുകൊണ്ട് 3 പീസും, അപ്പുറത്തെ ടീമിൽ 2 പേരുള്ളതുകൊണ്ട് 2 പീസ്. അപ്പോൾ ഒരാൾക്ക് 1 പീസ് വെച്ചേ കിട്ടുള്ളൂ. അതങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പുറത്തെ ടീമിൻ്റെ ചിക്കൻ ബ്രോസ്റ്റാണ്. കണ്ടല്ലേ, നമ്മൾ കാണിച്ചാൽ നമ്മൾ ഇതിനേക്കാളും അടിപൊളിയാണ്. കണ്ടോ, അതിൽ നിന്നൊക്കെ തിന്നും തുടങ്ങിയ ആളുകൾ. എൻ്റെയാണ് ലെഗ് പീസ്. അങ്ങനെ തൻ്റെ സൂപ്പ് ഉണ്ടാക്കി തുടങ്ങി. അത് മാസ്റ്റർ ഷെഫായ അഭിനന്ദാണ് ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നത് ആദിത്യൻ.
തൊട്ടിപ്പുറത്ത് ടീമിൻ്റെ കാഴ്ചകളാണ്. അവിടെയും ഫ്രൈ ചെയ്യാനുണ്ട്, സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന വേറൊരു ഷെഫാണ് അലൻ മനോജ്. എല്ലാവരും ചിക്കൻ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് ബ്രോ. അന്നത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെ ഫുഡ് പ്ലേറ്റിലിട്ട് ഡെക്കറേറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പ്ലേറ്റിങ് കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാം റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് കഴിച്ചു നോക്കും. ഇനി ഞാൻ ഫുഡ് കഴിക്കുന്നത് കാണാം. കഴിച്ചിട്ട് ഓടി വാ, പണിയുണ്ട്. വേണ്ട, കഴിച്ചെല്ലാം കഴിഞ്ഞ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതാണ്. എൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നത്. എൻ്റെതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ടേബിളിൽ 3 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ ജോലി ഇങ്ങനെ ചെയ്യണം. അവസാനം നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി വീട്ടിലോട്ട് പോകാൻ റെഡിയാവുകയാണ്. അവൻ ആ പാട്ടിൽ അലിയുകയാണ് സുഹൃത്തുക്കളെ, അലിയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.